Hello my dear students, welcome back to my channel Ncert Malayalam. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് Ncert ക്ലാസ് 9ലെ ഇംഗ്ലീഷ് സപ്ലിമെൻ്ററി റീഡറിലെ ചാപ്റ്റർ 6 വെതറിംഗ് ദ സ്റ്റോം ഇൻ എഴ്സമ്മ. അപ്പോൾ എഴ്സമ്മയിലുള്ള ഒരു സ്റ്റോമിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. സോ എഴ്സമ്മ എന്ന് പറയുന്നത് ഒറീസയിലെ ഒരു വില്ലേജ് ഏരിയയാണ്. അപ്പോൾ അവിടെ ഒരു സ്റ്റോമിൽ അകപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഡിസ്കസ് ദ ചാപ്റ്റർ വെതറിംഗ് ദ സ്റ്റോം ഇൻ എഴ്സമ്മ. The cyclone that hit Orissa in October 1999 killed thousands of people and devastated hundreds of villages. So, നമ്മുടെ ഒറീസയിൽ 1999 ഒക്ടോബറിൽ നടന്നൊരു സൈക്ലോണിനെ പറ്റിയാണ് പഠിക്കുന്നത്. അതിൽ ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ മരണപ്പെടുകയും അതുപോലെ തന്നെ ഒരുപാട് നൂറുകണക്കിന് വില്ലേജുകൾ നല്ല കംപ്ലീറ്റ് ആയിട്ട് നശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡിവാസ്റ്റേറ്റഡ് മീൻസ് പൂർണ്ണമായിട്ട് നശിക്കുക എന്നുള്ള മീനിങ് ആണ്. സോ ഞാൻ ഈ ക്ലാസ്സിലെ ഓരോ മീനിങ്സൊക്കെ ഞാൻ ലാസ്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീനിങ്സ് പൂർണ്ണമായിട്ട് മനസ്സിലാവുകയും അതുപോലെ തന്നെ ക്ലാസ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ മലയാളം വേർഡ് മീനിങ്സും പറയുന്നതാണ് കേട്ടോ. സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു ക്യാച്ച്. ഫോർ 2 dreadful nights, Prashant, a young man, was marooned on the roof of the house. On the third day, he decided to go to his village. Did he find his family? So, രണ്ടിങ്ങനെ നല്ല ഡ്രെഡ്ഫുൾ ആയിട്ടുള്ള ഭീകരമായിട്ടുള്ള 2 രാത്രി കഴിഞ്ഞതിന് ശേഷം പ്രശാന്ത് ഒരു യങ് മാനാണ്. അദ്ദേഹം എന്ത് ചെയ്തു, റൂഫിൻ്റെ മുകളിൽ ഇങ്ങനെ റെഫ്യൂജി ആയിട്ട് അല്ലെങ്കിൽ അഭയം പ്രാപിച്ചിരിക്കുകയായിരുന്നു അല്ലേ. മെറൂൺഡ് ആയിട്ടുണ്ടായിരുന്നു. മെറൂൺഡ് എന്ന് വെച്ചാൽ അഭയം പ്രാപിക്കുന്ന രീതിയിലാണ് അതിന് മീനിങ് വരുന്നത്. സോ 3-ാമത്തെ ദിവസം അവൻ എന്ത് ചെയ്തു, അവന് വില്ലേജിലേക്ക് പോയിട്ട് അവൻ്റെ ഫാമിലിക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കാൻ വേണ്ടി പോയി. സോ അതാണ് അതിൻ്റെ ഇൻട്രൊഡക്ഷന്. സോ ലെറ്റ്സ് ഡിസ്കസ് ദിസ് ചാപ്റ്റർ. We will be taking this chapter in 2 parts. This is a part 1 of this chapter. So if you are new to this channel, please do like, share and subscribe our channel. So on 27 October 1999, 7 years after his mother's death. സോ 1999 ഈ ഒരു സംഭവം നടക്കുന്നത്. ഒക്ടോബർ 27 അപ്പോൾ അവൻ്റെ അമ്മയുടെ മരണത്തിന് ശേഷം 7 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഹിസ് മദർ പ്രോബബ്ലി ഡൈഡ് ഓൺ 1992 അല്ലേ. അപ്പോൾ പ്രശാന്ത് had gone to block headquarters of Ersama, a small town in coastal Orissa, some 18 kilometers from his village. സോ അവൻ്റെ വില്ലേജിൽ നിന്ന് ഏകദേശം ഒരു 18 കിലോമീറ്റേഴ്സ് ഉണ്ട് എഴ്സമ്മ എന്ന് പറയുന്നൊരു കോസ്റ്റൽ സ്ഥലത്തിലേക്ക് അല്ലേ. അവിടുത്തെ ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ഇപ്പം നിൽക്കുന്നത്. സോ എന്തിനാണ് അവൻ പോയിട്ടുള്ളത്? ടു സ്പെൻഡ് ദ ഡേ വിത്ത് എ ഫ്രണ്ട് അല്ലേ. ഒരു ദിവസം ഫ്രണ്ടിൻ്റെ കൂടെ ചിലവഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സോ ഇൻ ദ ഈവനിങ് എ ഡാർക്ക് ആൻഡ് menacing storm quickly gathered. അപ്പോൾ ആ ഒരു ദിവസത്തിൽ ഈവനിങ് ആയപ്പോൾ ഒരു കറുത്ത നിറമുള്ള അല്ലേ, കറുത്ത ഒരു menacing അതായത് ഭീഷണിപ്പെടുത്തുന്ന ഒരു വലിയൊരു സ്റ്റോം വന്നു, ഗ്യാദർ ചെയ്തു അല്ലെങ്കിൽ വന്നു. Winds beated against the houses with a speed and fury that Prashant had never witnessed before. അപ്പോൾ നല്ല ശക്തിയായിട്ട് ഇങ്ങനെ കാറ്റ് കടിച്ചിട്ട് ഇങ്ങനെ മറ്റേ വീടുകളുടെ മുകളിലൊക്കെ കാറ്റ് ഇങ്ങനെ അടിക്കുകയാണ് അല്ലെ, വീടുകൾക്കെതിരായിട്ട് കാറ്റടിക്കുകയാണ്, നല്ല സ്പീഡിലാണ്. അതുപോലെ തന്നെ ഫ്യൂറി ദാറ്റ് പ്രശാന്ത് നെവർ സീൻ അല്ലേ. ഫ്യൂറി എന്ന് വെച്ചാൽ എന്താ, അത്രയ്ക്ക് ഒരു ക്ഷോഭം അല്ലെങ്കിൽ കോപം ഇതുവരെ പ്രശാന്ത് ഒരിക്കലും ഒരു കാറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ കണ്ടിട്ടില്ല. ഹെവി ആൻഡ് incessant rain filled the darkness. Ancient trees were uprooted and crashed to the earth അല്ലേ. അതായത് നല്ല ശക്തമായിട്ടുള്ള incessant മീൻസ് നിർത്താത്ത, സീസ് ചെയ്യുക എന്ന് വെച്ചാൽ നിർത്തുക, സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ incessant എന്ന് വെച്ചാൽ എന്താ, നിർത്താത്ത നല്ല മഴയുണ്ട്, ഫുള്ള് ഡാർക്ക്നെസ് ആണ്. അതുപോലെ തന്നെ പഴയ മരങ്ങളൊക്കെ എന്ത് ചെയ്തു, ഇപ്പോൾ ഇങ്ങനെ നിലം പതിക്കല്ലേ, ക്രാഷ് ടു ദ എർത്ത്. അതുപോലെ തന്നെ അപ്രൂട്ടഡ് ആയില്ലേ, അത് ഇങ്ങനെ അതിൻ്റെ വേരോടെ പിഴുതെറിഞ്ഞിട്ട് നിലത്തേക്ക് ഇങ്ങനെ പതിച്ചിട്ടുണ്ട്. Screams rent the air as people and houses were swiftly washed away അല്ലേ. നല്ല എല്ലാവരും ഇങ്ങനെ കരച്ചിലാണ് അല്ലേ, സ്ട്രീംസൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീടുകളൊക്കെ എന്ത് ചെയ്തു, സ്വിഫ്റ്റ്ലി അതായത് ഫാസ്റ്റായിട്ട് നല്ല ശക്തിയിൽ എന്ത് ചെയ്തു, അതിങ്ങനെ ഒലിച്ചുപോയി. ദ ആംഗ്രി വാട്ടേഴ്സ് swirled into his friend's house neck deep. അപ്പോൾ ഈ ഇങ്ങനത്തെ ദേഷ്യമായിട്ടുള്ള അതായത് നല്ല കോപത്തിലുള്ള ആ വാട്ടർ അല്ലെങ്കിൽ വെള്ളം എന്ത് ചെയ്തു, സ്വീറ്റിൽ അല്ലേ. അതായത് swirled എന്ന് വെച്ചാൽ ചുഴി ഇങ്ങനെ ഉണ്ടാക്കി അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലും അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം നമ്മുടെ അവൻ്റെ കഴുത്തിൻ്റെ അത്രത്തോളം രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു. ദ ബിൽഡിംഗ് വാസ് ഓഫ് ബ്രിക്ക് ആൻഡ് മോട്ടർ ആൻഡ് വാസ് സ്ട്രോങ് ഇനഫ് ടു സർവൈവ് ദ ഡിവാസ്റ്റേഷൻ
devastation of the wind's velocity of 350 km/h. അപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിലെ ബിൽഡിംഗ് എന്ന് പറയുന്നത് നല്ല ബ്രിക്ക് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ, ബ്രിക്ക് ആൻഡ് മോട്ടർ എന്ന് വെച്ചാൽ ഇടിക്കല്ല് എന്ന് പറയും, അതുകൊണ്ടൊക്കെ ഉണ്ടാക്കിയതാണ്. അത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് അല്ലേ. ഇത്രത്തോളം നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വിൻഡ്, ഒരു കാറ്റ് 350 km/h അടിച്ചാലും അത് മാക്സിമം അത് സർവൈവ് ചെയ്യാൻ നോക്കും അല്ലേ, അതിങ്ങനെ നിലനിൽക്കാൻ നോക്കും. ബട്ട് ദ cold terror of the family grew with the crashing of trees that had got uprooted and fallen on their house അല്ലേ. അങ്ങനെ നല്ല ഈ തണുത്തിട്ടുള്ള ഈ ഒരു ടെററായിട്ടുള്ള വിൻഡ് എന്ത് ചെയ്തു, ആ ഒരു കാറ്റ് എന്ത് ചെയ്തു, നമ്മുടെ ഇവരുടെ വീടിൻ്റെ മുന്നിലുള്ള ട്രീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, ക്രാഷ് ചെയ്തിട്ട് അതിങ്ങനെ അപ്രൂട്ടഡ് ചെയ്തു അല്ലേ. അതിങ്ങനെ വേരോടെ പിഴുതെറിഞ്ഞിട്ട് അത് അവസാനം ആ ഒരു വീടിൻ്റെ മുകളിലേക്ക് വീഴുകയാണ് പിന്നെ ചെയ്തത്. sometime in the middle of the night damaging its roofs and walls അല്ലേ. ഏകദേശം രാത്രിയുടെ പകുതിയൊക്കെ ആയപ്പോൾ തന്നെ അവിടുത്തെ റൂഫും അതുപോലെ തന്നെ അതിൻ്റെ ഓരോ ചുമരുകളൊക്കെ ഇങ്ങനെ ഡാമേജ് ആവാൻ തുടങ്ങി. The crazed destruction wrought by the cyclone and the surge of the ocean continued for the next 36 hours. അപ്പോൾ ഈ പറയുന്ന ക്രേസി ആയിട്ടുള്ള ഈ ഒരു നശിപ്പിക്കൽ, ഡിസ്ട്രക്ഷൻ എന്ത് ചെയ്തു, അതെന്താ ഉണ്ടാക്കിയത് അല്ലേ, അത് രൂപപ്പെടുത്തിയത് അല്ലെങ്കിൽ ഒരു രൂപപ്പെടുത്തിയത് സൈക്ലോൺ ഉണ്ടാക്കിയ ഈ ഒരു ഡിസ്ട്രക്ഷൻ ഉണ്ടായത്. അതുപോലെ തന്നെ നമ്മുടെ കടലിൻ്റെ ഈ ഒരു രോക്ഷം അല്ലേ, സർജ് ഒക്കെ എന്തായിരുന്നു, അത് ഏകദേശം അടുത്ത 36 മണിക്കൂറിൽ ഇങ്ങനെ കണ്ടിന്യൂഡ് ആയിരുന്നു. ഓൾദോ ദ വിൻഡ് സ്പീഡ്സ് ഹാഡ് റെഡ്യൂസ് സംവാട്ട് ബൈ ദ നെക്സ്റ്റ് മോർണിംഗ്. അപ്പോൾ ഏകദേശം പിറ്റേ ദിവസം രാവിലെയൊക്കെ ആയപ്പോൾ വിൻഡിൻ്റെ സ്പീഡൊക്കെ ഇങ്ങനെ കുറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ടു എസ്കേപ്പ് ദ വാട്ടർ റൈസിംഗ് ഇൻ ദ ഹൗസ്, പ്രശാന്ത് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ഫാമിലി ഹാഡ് ടേക്കൻ റെഫ്യൂജ് ഓൺ ദ റൂഫ്. അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ കുതിർപ്പ് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഈ ഒരു ഉയർച്ച നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടില്ലേ, അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പ്രശാന്തും അവൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലി എന്ത് ചെയ്തു, അവരുടെ ആ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ റൂഫിലില്ലേ, അവിടുത്തെ റൂഫിൽ എന്ത് ചെയ്തു, അവിടെ അഭയം പ്രാപിച്ചു അല്ലേ, അവിടെ റെഫ്യൂജായി. The Prashant will never forget the shock he experienced at his first glimpse of the devastation wrought by the super cyclone in the grey light of early morning. അല്ലേ, പ്രശാന്തിന് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അവനൊരു ഷോക്ക് ഉണ്ടായത്. എന്തായിരുന്നു ഷോക്ക്? ഫസ്റ്റ് ഗ്ലിംസ് അല്ലേ, ആദ്യത്തെ കാഴ്ച എന്തായിരുന്നു, ഇങ്ങനത്തെ പൂർണ്ണമായിട്ട് നശിക്കുന്ന ഈ ഒരു സൂപ്പർ സൈക്ലോണ് ആ ഒരു അതിരാവിലെ ഗ്രേ ലൈറ്റിൽ അവൻ വിറ്റ്നസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, അവനത് കണ്ടിട്ടുണ്ടായിരുന്നു. A raging, dreadly brown sheet of water covered everything as far as the eye could see. ആ ഈ റേജിങ് ആയിട്ടുള്ള അല്ലേ, അതായത് ഈ ഒരു രോക്ഷാകുലമായിട്ടുള്ള ആ ഒരു വാട്ടറിലെ ബ്രൗൺ ഷീറ്റ് ഓഫ് വാട്ടർ എന്ത് ചെയ്തു, ഏകദേശം എല്ലാം തന്നെ അത് കവർ ചെയ്തിട്ട് നശിപ്പിക്കുകയാണ് ഉണ്ടായത് അല്ലേ. നമുക്ക് കാണുന്ന കാര്യങ്ങളൊക്കെ അത് നശിപ്പിച്ചു അല്ലേ. അതാണ് ഷീറ്റ് ഓഫ് വാട്ടർ കവേർഡ് എവറിത്തിങ് ആസ് ഫാർ ആസ് ദ ഐ കുഡ് സീ. Only fractured cement houses still stood in few places. ചില സ്ഥലത്ത് ഇങ്ങനെ ബാക്കി വെച്ചിട്ടില്ല അല്ലേ, ഫ്രാക്ചർ ആയി പോയിട്ടുള്ള സിമെൻറ്റ് ഹൗസസ് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം എന്തായിരുന്നു, ഇതെല്ലാം വാഷ്ഡ് അവേ അല്ലേ, ബാക്കിയെല്ലാം ഇങ്ങനെ ഒഴുക്കിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇനി bloated animal carcasses and human corpses floated in every direction. അപ്പോൾ ബ്ലോട്ടഡ് ആയിട്ടില്ല അല്ലേ, ബ്ലോട്ടഡ് എന്ന് വെച്ചാൽ ചീർത്തിട്ടില്ല, അതായത് വെള്ളം അങ്ങനെ കുടിച്ച് ചീർത്തിട്ടില്ല ആനിമൽ കാർക്കേസസ് അല്ലെങ്കിൽ ആനിമൽസിൻ്റെ ഇങ്ങനെ ഡെഡ് ബോഡീസും അതുപോലെ തന്നെ ഹ്യൂമൻ ഡെഡ് ബോഡീസ്, അതായത് കോപ്സ് എന്ന് വെച്ചാൽ അതും അങ്ങനെ ഫുള്ളി ഓരോ ഡയറക്ഷനിൽ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. ഓൾ റൗണ്ട് ഈവൻ ഹ്യൂജ് ഓൾ ട്രീസ് ഹാഡ് ഫോളൻ. ഈവൻ വലിയ മരങ്ങൾ പോലും എന്ത് ചെയ്തു, മരം നിലം പൊത്തി വീണിട്ടുണ്ടായിരുന്നു. 2 coconut trees had fallen on the roof of their house. 2 മരങ്ങൾ, 2 ഇങ്ങനത്തെ തെങ്ങുകൾ അവരുടെ വീടിൻ്റെ മുകളിലേക്ക് വീണിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന പ്രശാന്തിൻ്റെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ മുകളിലേക്ക്. This was a blessing in disguise because the tender coconuts from the trees kept the trapped family from starving in the several days that followed. അല്ലേ, അതായത് ഈ 2 തെങ്ങ് വീണത് അവർക്കൊരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആയിരുന്നു. വെച്ചാൽ ഒരു മിസ്ഫോർച്യൂൺ ദാറ്റ് ഇവൻച്വലി ഹാസ് എ ഗുഡ് റിസൾട്ട്. അത് ഒരു മോശപ്പെട്ട കാര്യം പിന്നെ നല്ല റിസൾട്ടിലേക്ക് എത്തുന്നത്, അതാണ് ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. ഈ ഒരു സെൻറ്റൻസിൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ടെൻഡർ കോക്കനറ്റ് വന്നിട്ട് അവരുടെ കുറേ കാര്യങ്ങൾ നശിച്ചെങ്കിൽ പോലും ആ ടെൻഡർ കോക്കനറ്റ് ഉള്ളത് കാരണമാണ് അവർ പട്ടിണി കിടക്കാതെ പിറ്റേ ഉള്ള കുറച്ച് ദിവസങ്ങളിൽ അവർ സർവൈവ് ചെയ്തത് അല്ലേ, അവർ നിലനിന്നത്. So for the next 2 days, Prashant stayed huddled with his friends' family in the
ഓപ്പൺ ഓൺ ദ റൂഫ് ടോപ്പ്. അപ്പോൾ ഏകദേശം ഹഡിൽഡ് അവരെന്ത് ചെയ്തു, അവർ ആ ഒരു റൂഫ് ടോപ്പിൽ തന്നെ 2 ദിവസം ഇങ്ങനെ ഒതുങ്ങിക്കൂടി. അതാണ് ഹഡിൽഡ് എന്നുള്ള മീനിങ്. ദി ഫ്രോസ് ഇൻ ദ കോൾഡ് ആൻഡ് ഇൻസസെന്റ് റെയിൻ, അല്ലേ, അവർ നല്ല തണുത്ത് വിറച്ചിരുന്നു ഈ ഒരു നിർത്താത്ത മഴയിൽ. ദ റെയിൻ വാട്ടർ വാഷ് എവേ പ്രശാന്ത് ടീയേഴ്സ്, റെയിൻ വാട്ടർ എന്ത് ചെയ്തു, പ്രശാന്തിൻ്റെ സങ്കടങ്ങൾ അല്ലെങ്കിൽ പ്രശാന്തിൻ്റെ കണ്ണീര് എന്ത് ചെയ്തു, വാഷ് ചെയ്തു, അല്ലേ, അതിങ്ങനെ ഒലിച്ചു പോയി, പ്രശാന്തിൻ്റെ കണ്ണീരൊക്കെ പൊലിച്ചു പോയിട്ടുണ്ടായിരുന്നു. ദ ഓൺലി തോട്ട് ദാറ്റ് ഫ്ലാഷ്ഡ് ത്രൂ ഹിസ് മൈൻഡ് വാസ് വെദർ ഹിസ് ഫാമിലി had survived the fury of the super cyclone. ആകെ ഒരു കാര്യം അവൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്, അവൻ്റെ ഫാമിലി ഇങ്ങനത്തെ ഈ സൂപ്പർ സൈക്ലോണിൻ്റെ ആ ഒരു ക്രോധം അല്ലെങ്കിൽ ആ കോപത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവോ അല്ലെങ്കിൽ അവർ സർവൈവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം മാത്രമാണ്. വാസ് ഹി ടു ബി bereaved once again, അവൻ പിന്നെയും ഒറ്റയ്ക്ക് ആയി തീരുമോ, അല്ലെങ്കിൽ bereaved എന്ന് വെച്ചാൽ ഇപ്പോഴും പിന്നെയും ഒരു വിയോഗം അവന് നേരിടേണ്ടി വരുമോ. കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞു 7 years മുന്നേ പ്രശാന്തിൻ്റെ അമ്മയുടെ മരണത്തിനെ പറ്റിയില്ലേ, അവൻ ഇനിയും ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ വിയോഗമുള്ള അവസ്ഥ ഉണ്ടാവൂ എന്നുള്ള രീതിയിലാണ് ആ ലാസ്റ്റ് സെൻറ്റൻസ്. വാസ് ഹി ടു ബി bereaved once again, അല്ലേ. അപ്പോൾ അത്ര കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആ ഒരു സെൻറ്റൻസസിൽ അല്ലെങ്കിൽ ആ ഒരു പാരഗ്രാഫിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് പാരഗ്രാഫ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. 2 days later, which seemed to Prashant like 2 years, the rain ceased and the rain water slowly began to recede. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ ശേഷം ഏകദേശം പ്രശാന്ത് എന്നെ 2 ദിവസം എന്ന് പറയുന്നത് 2 വർഷത്തോളം തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതിന് ശേഷം എന്ത് ചെയ്തു, നമ്മൾ മഴ നിന്നു, റെയിൻ സീസ്ഡ്, അങ്ങനെ ഇങ്ങനെ ഈ റെയിൻ വാട്ടർ എന്ത് ചെയ്തു, മെല്ലെ 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 കുറയാൻ തുടങ്ങി, അല്ലേ. സ്ലോലി ഇറ്റ് ബിഗാൻ ടു റിസീഡ്. പ്രശാന്ത് വാസ് ഡിറ്റർമിൻഡ് ടു സീക്ക് ഔട്ട് ഹിസ് ഫാമിലി വിതൗട്ട് ഫർദർ ഡിലേ. പ്രശാന്ത് എന്ത് ചെയ്തു, ഫാമിലിനെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങി, പ്രത്യേകിച്ച് ഡിലേ ഒന്നുമില്ലാതെ ഫാമിലിനെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങി. ബട്ട് ദ സിറ്റുവേഷൻ വാസ് സ്റ്റിൽ ഡേഞ്ചറസ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ഫാമിലി പ്ലീഡഡ് വിത്ത് പ്രശാന്ത് ടു സ്റ്റേ ബാക്ക് എ ലിറ്റിൽ വൈൽ ലോങ്ങർ. പക്ഷേ ആ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്, ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പോൾ പ്രശാന്തിൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലി പറഞ്ഞു, അവനോട് പ്ലീഡ് ചെയ്ത് പറഞ്ഞു, നിങ്ങളിനി കുറച്ച് നേരം കൂടെ ഇവിടെ നിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ബട്ട് പ്രശാന്ത് ന്യൂ ഹി ഹാഡ് ടു ഗോ. പക്ഷെ പ്രശാന്തിനെ അറിയാം, പ്രശാന്തിന് പോയേ പറ്റൂ, പ്രശാന്തിന് അവൻ്റെ ഫാമിലിക്ക് എന്ത് സംഭവിച്ചു, വെദർ ദേ സർവൈവ്ഡ് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ തന്നെയായിരുന്നു പ്രശാന്തിൻ്റെ ഒരു ഉറച്ചൊരു തീരുമാനം. He equipped himself with a long sturdy stick and then started on his 18-kilometer expedition back to his village through the swollen ഫ്ലഡ് വാട്ടേഴ്സ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു, അവൻ്റെ കയ്യിൽ എക്യുപ്ഡ് ചെയ്തു അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ ഒതുക്കി ഒരു വലിയൊരു ലോങ് ആയിട്ടുള്ള സ്റ്റേഡി സ്റ്റിക്ക്, അത് നല്ലൊരു ബലമുള്ളൊരു സ്റ്റിക്ക് അവൻ്റെ കയ്യിൽ ഇങ്ങനെ വെച്ചു, അവൻ്റെ കയ്യിൽ എക്യുപ്പ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഏകദേശം നമ്മുടെ 18 കിലോമീറ്റർ എക്സ്പെഡിഷൻ അല്ലെങ്കിൽ 18 കിലോമീറ്റർ പര്യടനം അവൻ ആ വില്ലേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. എവിടേക്ക്, അവൻ്റെ വില്ലേജിലേക്ക്, ഈ പറയുന്ന സ്വെല്ലൻ ഫ്ലഡ് വാട്ടേഴ്സിൽ അല്ലെങ്കിൽ ഈ ഫ്ലഡ് വാട്ടേഴ്സിലൊക്കെ അവൻ എന്ത് ചെയ്തു, ഒരു എക്സ്പെഡിഷൻ അല്ലെങ്കിൽ പര്യടനം നടത്തി ഒരു സ്റ്റിക്ക് വെച്ചിട്ട്. ഇറ്റ് വാസ് എ ജേർണി ഹി വുഡ് നെവർ ഫോർഗെറ്റ്, അല്ലേ, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ജേർണി ആയിരുന്നു അത്. ഹി കോൺസ്റ്റൻ്റ്ലി ഹാഡ് ടു യൂസ് ഹിസ് സ്റ്റിക്ക് ടു ലൊക്കേറ്റ് ദ റോഡ് ടു ഡിറ്റർമൈൻ വെദർ ദ വാട്ടർ വാസ് മോസ്റ്റ് ഷാലോ. അതായത് ആ ഒരു സ്റ്റിക്ക് വെച്ചിട്ടായിരുന്നു എവിടെയാണ് റോഡെന്നും അതുപോലെ തന്നെ ഏത് സ്ഥലത്തിലാണ് ഷാലോ വാട്ടർ ഉള്ളത് അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഉള്ളതെന്നൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആ സ്റ്റിക്കിൻ്റെ ഉപയോഗം. At places it was waist deep and progress was slow. ചില സ്ഥലങ്ങളിൽ എന്താണ്, വേസ്റ്റിന് താഴെയാണ്, അല്ലേ, അരയ്ക്ക് താഴെയാണുള്ളത്. ചില സ്ഥലത്ത് അത് ചില അത്രയും കുറവാണ് വെള്ളം എന്നാണ് അർത്ഥം, അല്ലേ, പ്രോഗ്രഷൻ വളരെ കുറവാണെന്ന് അർത്ഥം. At several times he lost the road and had to swim. ചില സമയത്ത് എന്ത് ചെയ്തു, അവന് റോഡെല്ലാം മിസ്സായി പോയിട്ട് ഇങ്ങനെ സ്വിം ചെയ്യേണ്ട അല്ലെങ്കിൽ നീന്തേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. After some time, he was relieved to find 2 friends of his uncle who were also returning to their village. അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് കഴിഞ്ഞതിന് ശേഷം പ്രശാന്തിന് അങ്കിളിന് 2 ഫ്രണ്ട്സിനെ കിട്ടി, അവരും അവരുടെ വില്ലേജിലേക്ക് ഇങ്ങനെ തിരിച്ചു പോകുമായിരുന്നു. They decided to move ahead all together, അല്ലെങ്കിൽ അവർ ടുഗെദർ ആയിട്ട് ഒരുമിച്ച് എന്ത് ചെയ്തു, മൂവ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. As they waded through the waters, the scenes they witnessed grew more and more macabre. അപ്പോൾ അവർ ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ട് നിന്നപ്പോൾ അവർ വിറ്റ്നസ് ചെയ്ത് അല്ലെങ്കിൽ അവർ നേരിട്ടിട്ടുള്ള ഈ സീനുകൾ അല്ലെങ്കിൽ അവർ നേരിട്ടുള്ള അവസ്ഥ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഭീകരമാണ്. ദാറ്റ് ഇസ് മീനിങ് ഓഫ് macabre. They had to push away many human bodies, men, women and children, and carcasses of dogs, later goats and cattle that the current swept against them as they moved ahead. അപ്പോൾ അവരെന്ത് ചെയ്തു, അവർ പോകുന്ന വഴിക്ക് അവർക്ക് ഒരുപാട് ഹ്യൂമൻ ഡെഡ് ബോഡീസ്, അതായത് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും അതുപോലെ തന്നെ ഡോഗ്സിൻ്റെയും ഗോട്ടിൻ്റെയും കാറ്റലിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ഡെഡ് ബോഡീസൊക്കെ അവർക്ക് എന്ത് ചെയ്തു, ഇങ്ങനെ നീക്കിയിട്ട് വേണമായിരുന്നു ആ ഒരു യാത്ര. In every village they passed,
ദി കുഡ് ബെയർലി സീ എ ഹൗസ് സ്റ്റാൻഡിങ്. അപ്പോൾ അവരിങ്ങനെ ഓരോ വില്ലേജ് കടക്കും തോറും അവർക്ക് വളരെ വിരളമായിട്ട് മാത്രമായിരുന്നു ഒരു വീട് മൊത്തമായിട്ട് ഇങ്ങനെ നശിക്കാത്ത രീതിയിൽ നിൽക്കുന്നത് കാണാൻ കഴിയുന്നുള്ളൂ. കാരണം എല്ലാം നമ്മുടെ ഈ പറയുന്ന സൈക്ലോൺ എന്ത് ചെയ്തു, വാഷ് ചെയ്തു അല്ലേ. ആൻഡ് പ്രശാന്ത് നൗ വെപ്റ്റ് ഔട്ട് ലൗഡ് ആൻഡ് ലോങ്. അപ്പോൾ പ്രശാന്ത് ഇപ്പോൾ ആകെ കരച്ചിട്ട് എന്നിട്ട് പ്രശാന്ത് ഉറക്കെ കരയാണ്, എന്നിട്ട് ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹി വാസ് ഷുവർ ദാറ്റ് ഹിസ് ഫാമിലി കുഡ് നോട്ട് ഹാവ് സർവൈവ്ഡ് ദിസ് കറ്റാസ്ട്രഫി. അപ്പോൾ അവൻ ഉറപ്പായിരുന്നു അവൻ്റെ ഫാമിലി ഒരിക്കലും ഈ ഒരു കറ്റാസ്ട്രഫി അല്ലെങ്കിൽ ഈ ഒരു ട്രാജഡി, ഈ ഒരു ട്രാജിക് ഇൻസിഡൻറ്റ് ഒരിക്കലും സർവൈവ് ചെയ്തിട്ടുണ്ടാവില്ല എന്നായിരുന്നു പ്രശാന്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പാർട്ട്. അപ്പോൾ പ്രശാന്തിൻ്റെ ഫാമിലിക്ക് എന്ത് സംഭവിച്ചു, വെദർ ദി സർവൈവ്ഡ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീട്ടിലിരിക്കുക. നമുക്ക് ഓൾറെഡി വി ഹാവ് വിറ്റ്നസ്ഡ് അല്ലേ, 2 years മുന്നേ നമ്മൾ ഫ്ലഡ് എന്ന് പറയുന്ന ഒരു മഹാമാരി വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. അതേ ഒരു സിമിലർ സിറ്റുവേഷനിലാണ് നമ്മുടെ പ്രശാന്തും. ഹോപ്പ്ഫുള്ളി അല്ലേ അവൻ്റെ ഫാമിലിനെ തിരിച്ചു കിട്ടുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് പാർട്ടിൽ. സോ ലെറ്റ്സ് ഡിസ്കസ് നെക്സ്റ്റ് പാർട്ട്. താങ്ക് യു എവരിവൺ ആൻഡ് താങ്ക് യു സോ മച്ച്.